ഹലോ, ഇന്ന് നമുക്കൊരു മന്തിയുടെ റെസിപ്പി ആക്കിയാലോ. അതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മന്തി ആയാൽ അടിപൊളിയാവില്ലേ. അപ്പോൾ അതൊരു 15 മിനിറ്റൊക്കെ തന്നെ മതിയാവും കേട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു കുക്കർ എടുക്കാം. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. ആ കുക്കറിലേക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറിയൊരു ക്യാപ്സിക്കാട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇട്ട് കൊടുക്കാം. ഒരു 5 ഗ്രാമ്പു, അതേപോലെ 2 ചെറിയ പീസ് പട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 മാഗി ക്യൂബ് വേണേ. അതൊന്ന് ഇതുപോലെ പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാഗി ക്യൂബൊക്കെയാണ് ഈ മന്തിയുടെ ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. അതുപോലെ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. അത് ഇതിലേക്ക് പൊടിച്ചിട്ട് എല്ലാം 3 ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ചൊക്കെ ഉപ്പുള്ളതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടി. ഉപ്പ് ഒരുപാട് കൂടി പോവരുത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പായിട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതന്നെ ഇതിലേക്ക് കറക്റ്റാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ആ മന്തിക്ക് ഒരു കളർ കിട്ടുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെള്ള കളറുള്ള ചിക്കൻ മതിയെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും, അതേപോലെ ഒരു ഡ്രൈ ലെമണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് തന്നെ എടുക്കുക, എന്നാലേ നമുക്ക് ചോറിലേക്കും കൂടെ ഉള്ള ഒരു ഓയിൽ ഇതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3.5 കപ്പ് ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 1 മണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഇനി അത് തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അതിലേക്ക് 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ അരിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർക്കട്ടെ. നമ്മൾ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്കതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. മുഴുവനായിട്ട് കുക്കാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കുഴഞ്ഞു പോകും നമ്മുടെ ഈ റൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി കുക്കായാൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പകുതിയോളം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഊറ്റിയ ഉടനെ തന്നെ നമുക്ക് കുറേ സമയം വെള്ളം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ആ ഊറ്റിയ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ റെഡിയാക്കി നിരത്തി വെച്ചിട്ടുള്ള കുക്കറിലേക്ക് മുഴുവനായിട്ട് റൈസ് ഇട്ടിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു പറഞ്ഞ അളവ് കറക്റ്റാണ്. ചിക്കൻ 1 കിലോനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു 3.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൊള്ളില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. നിങ്ങളുടെ കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ റെഡും അതേപോലെ യെല്ലോയും ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ. കളറ് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. 4-5 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ കോൺസ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഒന്ന് ഇട്ടൊരു 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ കോൺസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ഒരു വിസിൽ കൂടരുത് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്തിയിലെ ചിക്കൻ ആയാലും റൈസ് ആയാലും ഒക്കെ കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കും. പിന്നെ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ആ റൈസിൻ്റെ മേലെ കുറച്ച് സമയം വെച്ചാലും സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മയണൈസും അതേപോലെ ആ ഒരു തക്കാളി വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്